ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ വിവാഹ വിരുന്ന്. ഇന്നത്തെ 4 വായനകളും ദൈവീക മഹത്വം വെളിപ്പെടുത്തുന്നവയാണ്. ഒന്നാമത്തെ വായനയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവീക മഹത്വം വെളിപ്പെടുകയാണ്. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ഇസ്രായേൽ ജനം പെറുപെറുത്തു. ഇസ്രായേൽ ജനത്തിൻ്റെ അസ്വാരസ്യങ്ങളിൽ മനം മടുക്കുന്ന മോശ ദൈവത്തിൻ്റെ മേൽ സംശയം ഉന്നയിച്ചു. മനുഷ്യൻ്റെ ആവലാതിക്ക് മുൻപിൽ പകച്ചുപോയ പ്രവാചകനായ മോശയെ ദൈവിക വിശ്വാസത്തിലേക്ക് തിരികെ നയിക്കുന്ന ദൈവത്തിൻ്റെ വചനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ദൈവത്തിൻ്റെ ഈ വാക്കുകളിൽ ശക്തി പ്രാപിക്കുന്ന മോശ ദൈവിക ഇടപെടലിൻ്റെ അനുഭവത്തിലേക്ക് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. മാനുഷികമായ സംശയങ്ങൾക്കും മുറുമുറുപ്പുകൾക്കും അസ്വാരസ്യങ്ങൾക്കും നടുവിൽ ദൈവത്തിൻ്റെ സാമീപ്യവും കരുണയും മറന്നുപോകുന്നവരാണോ നാം എന്ന് ആത്മശോധന ചെയ്യണം. രണ്ടാമത്തെ വായനയിൽ സത്യദൈവത്തെ ഉപേക്ഷിച്ച് വ്യാജദേവന്മാരെ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പ്രതിഷ്ഠകളെ ആരാധിക്കുന്നവർക്ക് നഷ്ടമാകുന്ന രക്ഷയെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നു. വിമോചനം അകലെയാണെന്ന് കരുതി മടിയോടെയും അലസതയോടെയും ജീവിക്കുന്നവർക്കുള്ള പ്രതീക്ഷയുടെയും താക്കീതിൻ്റെയും സ്വരമാണ് രണ്ടാമത്തെ വായന. സത്യദൈവത്തെ മറന്നുകൊണ്ട് ലൗകിക നേട്ടങ്ങളുടെയും സുഖങ്ങളുടെയും പിന്നാലെ അലയുന്നവർക്ക് നഷ്ടമാകുന്നത് ദൈവം വാഗ്ദാനം ചെയ്യുന്ന രക്ഷയാണെന്ന് തിരിച്ചറിയുക. നിത്യപുരോഹിതനായ മിശിഹായാണ് രക്ഷയുടെ മധ്യസ്ഥൻ എന്ന വലിയ സത്യം മൂന്നാമത്തെ വായന ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം വെളിപ്പെടുത്തുന്നു. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കാനായിലെ വിവാഹ വിരുന്ന് രക്ഷയുടെ സദ്വാർത്ത ദൈവീക മഹത്വം വിളിച്ചോതുന്നതാണ്. കാനായിലെ കല്യാണ വീട്ടിൽ കണക്കുകൂട്ടലുകൾ തെറ്റി. സന്തോഷത്തിൻ്റെ വീഞ്ഞ് തീർന്നുപോയി. നാണക്കേടിൻ്റെ നടുമുറ്റത്ത് നിറകണ്ണുകളോടെ നിൽക്കേണ്ടി വന്ന ഒരു കുടുംബം. എല്ലാ ഒരുക്കങ്ങളും നടത്തിയാലും ചിലപ്പോൾ പിശകുകൾ വരാം. സകല ഒരുക്കങ്ങൾക്ക് ശേഷവും ജീവിതത്തിൽ ചിലത് മുടങ്ങിപ്പോയെന്ന് വരാം. ചില പദ്ധതികൾ തകർന്നു പോകാം. തീരുമാനങ്ങൾ തെറ്റിപ്പോകാം. പ്രിയപ്പെട്ടവരോട് ഇടപെട്ട രീതികൾ തെറ്റിപ്പോയെന്ന് വരാം. നാം കണക്ക് കൂട്ടിയ വഴിയിലൂടെയാവില്ല നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. നാം വരച്ച ചതുര വടിവിനകത്ത് നമ്മുടെ ജീവിതം ഒതുങ്ങണമെന്നില്ല. ഒഴിഞ്ഞ ജീവിത കൽപ്പനയുടെ മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് തേങ്ങുന്നവരോട് പരിശുദ്ധ അമ്മ പറയും, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം. ഈശോയിലേക്ക് തിരിയണം. കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ സാധ്യതകൾ വളരും. ദൈവം നമ്മുടെ ജീവിതങ്ങളെ തൊടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണിത്. മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ക്രമീകരിക്കുവാൻ സാധിക്കുന്ന ചില തലങ്ങളുണ്ടെന്ന് തിരിച്ചറിയണം. ആ അറിവിന് മുൻപിൽ വിനയപൂർവം നിൽക്കാൻ പഠിക്കണം. 6 കൽഭരണികളിലാണ് കാനായിൽ വെള്ളം നിറച്ചു വെച്ചതും അവ വീഞ്ഞായിട്ട് മാറിയതും. ഈ ഒരു കല്യാണ വിരുന്നിന് മാത്രമല്ല, ഇനിയും സംഭവിക്കേണ്ട ജീവിതത്തിൻ്റെ വിരുന്നുകൾക്ക് ഉതകുമാറ് ദൈവം തൻ്റെ സമൃദ്ധി ചൊരിഞ്ഞു. അളന്ന് തിട്ടപ്പെടുത്തിയല്ല, മനുഷ്യകരങ്ങളിലേക്ക് നന്മയും സ്നേഹവും സമൃദ്ധമായി കലവറയില്ലാതെ ചൊരിയുന്നവനാണ് ദൈവം. ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും ആവാത്ത ഇടത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കുകൾ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന വാക്കുകൾ സുവിശേഷവൽക്കരണത്തിൻ്റെ ശക്തമായ സന്ദേശമാണ് പ്രദാനം ചെയ്യുന്നത്. കാനായിലെ പരിചാരകർ ഇന്ന് തിരുസഭയിലെ അംഗങ്ങളാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന മറിയത്തിൻ്റെ വാക്കുകൾ തിരുസഭയ്ക്ക്
പരിശുദ്ധയമ്മ നൽകുന്ന പൈതൃകമാണ്. ഈശോ പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ബൈബിൾ വായിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം പുരോഹിതരും സന്യാസിനികളും ആത്മായരും. ഈശോ പറയുന്നത് ചെയ്യുന്നവരായി നമ്മൾ മാറണം. നല്ല വിതക്കാരനെ പോലെ വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നവരാകണം. സമരിയാക്കാരിയെപ്പോലെ വചനം പ്രഘോഷിക്കുന്നവരാകണം. ജീവിതത്തിൽ ഏതവസരത്തിലും ദൈവവചനത്തിന് കാതോർക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാനും രക്ഷയുടെ ഫലം അനുഭവിക്കുവാനും നമുക്കിടയാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.